രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ ഒന്നാമത്തെ ബലാത്സംഗ കേസിൽ ഇപ്പോൾ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉഭയ സമ്മതപ്രകാരമുള്ള ബന്ധമാണ് നടന്നത് എന്നാണ് കാണുന്നതെന്ന് ഹൈക്കോടതി പറയുന്നു. അഖില നന്ദകുമാർ ഈ ഒരു വാർത്തയുടെ വിവരങ്ങൾ നൽകും. അഖില, എന്തൊക്കെയാണ് കോടതിയുടെ നിരീക്ഷണങ്ങൾ, പരാമർശങ്ങൾ? ഷിഹാസ്, ഇപ്പോൾ ജസ്റ്റിസ് കൗസർ ഇടപെട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ ആദ്യ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. കോടതി ശ്രദ്ധേയമായ ചില നിരീക്ഷണങ്ങൾ ഈ കേസ് പരിഗണിക്കുമ്പോൾ പറയുകയുണ്ടായി. രാഹുൽ മാങ്കൂട്ടത്തിലെ ഈ യുവതി പറയുന്ന ലൈംഗിക ബന്ധം അത് ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ഒരു ബന്ധമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നതാണ് കോടതി വ്യക്തമാക്കുന്നത്. ഈ പരാതിയിൽ പറഞ്ഞ സംഭവം അതിനുശേഷവും യുവതി പാലക്കാട് പോയതായി കാണുന്നുണ്ട്. അതിനാൽ ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ഒരു ബന്ധത്തിന്റെ സൂചനകളാണ് ഇപ്പോൾ കോടതിക്ക് നിരീക്ഷിക്കാൻ കഴിയുമെന്നാണ് കോടതി വ്യക്തമാക്കുന്നത്. ഈ ആദ്യം നടന്ന സംഭവം, അതായത് ആദ്യ പരാതിക്കാരിയാണ്, അതുകൊണ്ട് തന്നെ മുൻകൂർ നേരത്തെ തന്നെ ഇത്തരം സ്ഥിരം കുറ്റവാളിയാണെന്ന രീതിയിൽ എങ്ങനെയാണ് പറയാൻ കഴിയുക, ഈ കാരണം കൊണ്ട് എങ്ങനെയാണ് ജാമ്യാപേക്ഷ തള്ളാൻ കഴിയുക എന്നീ ചോദ്യങ്ങളാണ് ഇപ്പോൾ കോടതി ചോദിക്കുന്നത്. 18 ദിവസത്തോളം ജയിലിലായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇന്നലെ പത്തനംതിട്ട ജില്ലാ കോടതി ജാമ്യം അനുവദിച്ച വാർത്തക്ക് അല്ലെങ്കിൽ രാഹുലിൻ്റെ പുറത്തിറങ്ങലുമായി ബന്ധപ്പെട്ട വാർത്തകൾക്കിടയിൽ നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ടുപോയ ഒരു കാര്യം അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. അത് നടന്നത് ഹൈക്കോടതിയിലാണ്, കേരള ഹൈക്കോടതിയിൽ. ആ ഹൈക്കോടതിയിൽ നടന്ന ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നിരിക്കുന്ന ആദ്യ പരാതിയിൽ ഹൈക്കോടതിയിലുള്ളത് രാഹുലിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയാണ്. ആ ജാമ്യാപേക്ഷയിലുള്ള വാദങ്ങൾക്കിടയിൽ കോടതി വളരെ സുപ്രധാനമായ നിലപാടുകൾ അല്ലെങ്കിൽ നിരീക്ഷണങ്ങൾ, പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ സുപ്രധാനം എന്ന് പറയുന്നത് എന്തുകൊണ്ട് സുപ്രധാനമാകുന്നു എന്ന് ചോദിച്ചാൽ, ഇന്നലെ ഇപ്പോൾ മൂന്നാമത്തെ പരാതി അതിൻ്റെ നിലനിൽപ്പിനെ തന്നെ സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് കോടതി പത്തനംതിട്ട ജില്ലാ കോടതിയിലെ നിരീക്ഷണമുണ്ടായിരുന്നു. അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു പടി കൂടി കടന്നുകൊണ്ട് ഒന്നാമത്തെ പരാതിയിലും ഇത് എങ്ങനെയാണ് ബലാത്സംഗമാവുക, എവിടെയാണ് ഇത് പീഡനമാകുന്നത്, അതിനുശേഷവും പീഡനം നടന്നു എന്ന് പറഞ്ഞതിന് ശേഷവും പലതവണ രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടുമുട്ടുകയും കിടക്ക പങ്കിടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണിത് ബലാത്സംഗമാകുന്നത്, പീഡനമാകുന്നത് എന്നുള്ള ചോദ്യമാണ് കോടതി ഉന്നയിക്കുന്നത്. വളരെ സുപ്രധാനമായ നിരീക്ഷണങ്ങൾ ഈ എല്ലാ പരാതികളിലും നടക്കുകയാണ്. ഇപ്പോൾ ഇതേ പരാതിയിൽ സെഷൻസ് കോടതി, തിരുവനന്തപുരം സെഷൻസ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നിഷേധിച്ചതാണ്. അതായത് ഒന്നാമത്തെ പരാതിയിൽ. ആ പരാതിയിൽ ജാമ്യം നിഷേധിക്കുമ്പോഴും മജിസ്ട്രേറ്റ് കോടതി പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് പറയുന്നത്? അതിൻ്റെ 14ാമത്തെ ഉത്തരവിൽ ജാമ്യം നിഷേധിക്കുകയാണ് കോടതി ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇവൻതോ അതിൻ്റെ 14ാമത്തെ പേജിൽ പറയുന്നു ഇത് ബലാത്സംഗമാവില്ല, പീഡനമാവില്ല, ഇത് സമ്മതപ്രകാരമുള്ള ഒരു ബന്ധമാണെന്ന് സെഷൻസ് കോടതിയും പറഞ്ഞതാണ്. പക്ഷേ രാഹുലിൻ്റെ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യം അവിടുന്ന് തള്ളി. അതുകൊണ്ടാണ് രാഹുൽ ഹൈക്കോടതിയിലേക്ക് പോയത്. അപ്പോൾ ഇന്നലെ ഈ ജാമ്യ ബഹളങ്ങൾക്കിടയിൽ ഹൈക്കോടതിയിൽ ഒരു സുപ്രധാനമായ കേസിൻ്റെ പരിഗണനാ വിഷയവും മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കലും അതുമായി ബന്ധപ്പെട്ട വാദങ്ങളും കോടതിയുടെ നിരീക്ഷണങ്ങളുമൊക്കെ സുപ്രധാനമായിട്ട് തന്നെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ കോടതി ഏറ്റവും എടുത്തു പറഞ്ഞ കാര്യമെന്ന് പറയുന്നത്, ഈ പരാതിക്കാരി ബലാത്സംഗമാണ്, പീഡനമാണ്, ക്രൂരതയാണ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷവും പലതവണ രാഹുലുമായി ബന്ധപ്പെട്ടു, പലതവണ രാഹുലുമായി ടൈം സ്പെൻഡ് ചെയ്തു, രാഹുലിനെ കാണാൻ പാലക്കാട്ടേക്ക് ചെന്നു. ഇതൊക്കെ കണ്ടിട്ടും കോടതി പിന്നെ എങ്ങനെയാണ് ഈ ആദ്യ കൂടിക്കാഴ്ച ബലാത്സംഗമാണ്, പീഡനമാണ് എന്ന് എങ്ങനെയാണ് കോടതി വിശ്വസിക്കുക എന്നാണ് കോടതി ചോദിക്കുന്നത്. അപ്പോൾ ഈ കോടതിയുടെ നിരീക്ഷണങ്ങൾ, രാഹുൽ മാങ്കൂട്ടത്തിന് എവിടെയും ഒരു കോടതിയിലും ഒരു പരാതിയിലും എവിടെയും ഒരു തിരിച്ചടിയും ഉണ്ടായിട്ടില്ല. ഇപ്പം മജിസ്ട്രേറ്റ് കോടതി, തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യാപേക്ഷ തള്ളി. ശരി തന്നെ, അത് കോടതി, ആ മജിസ്ട്രേറ്റ് കോടതിയുടെ ഒരു അധികാര പരിധി അങ്ങനെയാണ്. അതുകൊണ്ടാണ് അത് സംഭവിച്ചത്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഒന്നാമത്തെ പരാതി തിരുവനന്തപുരം സെഷൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളിയെങ്കിലും അവിടെ ഇങ്ങനെ ഒരു നിരീക്ഷണം നടത്തി. ആ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിലെത്തിയപ്പോൾ ഹൈക്കോടതിയും സമാനമായ നിരീക്ഷണം നടത്തുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഇന്നലെ ഈ പറയുന്ന ബഹളത്തിലായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലും മൂന്നാമത്തെ കേസിൽ, അതായത് രാഹുൽ മാങ്കൂട്ടം അറസ്റ്റ് ചെയ്യപ്പെട്ട കേസിൽ അയാൾ പുറത്തേക്ക് ഇറങ്ങുന്ന ജാമ്യം ലഭിച്ചതുമായി ബന്ധപ്പെട്ട ബഹളങ്ങൾക്കിടയിലായിരുന്നു. അവിടെയും ഒന്നാമത്തെ പരാതി, നിങ്ങൾ ഈ പരാതികളൊക്കെ നോക്കണം. ഈ പരാതികളൊക്കെ നമ്മുടെ മുന്നിലേക്ക് എത്തിയപ്പോൾ ഈ പരാതികളൊക്കെ ക്രൂരമായിരുന്നു,
ക്രൂരത നിറഞ്ഞതായിരുന്നു, ലൈംഗിക വൈകൃതം കുത്തി നിറച്ചതായിരുന്നു. അതുപോലെ വലിയ തരത്തിലുള്ള ഒരു ക്രൂരതയുടെ മുഖം അത് രാഹുൽ മാങ്കൂട്ടത്തിന് ഉണ്ടെന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമങ്ങൾ എല്ലാ പരാതികളിലും നമ്മൾ കണ്ടു. അപ്പോൾ ഈ പരാതികൾ വന്നപ്പോൾ കേരളത്തിലെ വേശ്യാ മാധ്യമങ്ങൾ അതിനെ കൂട്ടുപിടിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ വേട്ടയാടി. എന്നാൽ ഈ രാജ്യത്തിൻ്റെ നിയമത്തിന് മുന്നിൽ ഈ പരാതി വന്ന് നിൽക്കുമ്പോൾ എല്ലാ പരാതിയും കോടതിയിൽ ഇടപെടലും മൂഞ്ചുകയാണ്. എല്ലാ പരാതിയിന്മേലും ഈ പറയുന്ന കോടതി ഇതിൻ്റെ നിയമസാധുതയെ, ഇതിൻ്റെ ഈ പരാതിയുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു ഘട്ടമാണ് നമ്മൾ കാണാൻ കഴിയുന്നത്, അല്ലേ? അപ്പോൾ ഈ പരാതികളുടെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണല്ലോ രാഹുൽ മാങ്കൂട്ടം വേട്ടയാടപ്പെട്ടത്. ഈ പരാതികൾ വന്നതിൽ പിന്നെയാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമ വിചാരണ നേരിടേണ്ടി വന്നത്. ഈ പരാതികൾ വന്നപ്പോഴാണല്ലോ രാഹുൽ ക്രൂരനാണെന്ന് മാധ്യമങ്ങൾ വിളിച്ചു പറഞ്ഞത്. ഈ പരാതികൾ അത്രയും വന്നതിൽ പിന്നെയാണല്ലോ രാഹുലിന് ലൈംഗിക വൈകൃതമുണ്ടെന്ന് ഈ പറയുന്ന വാർത്താ മാധ്യമങ്ങളിൽ തലക്കെട്ടുകൾ ഉണ്ടായത്, അല്ലേ? ഇപ്പം കോടതി പറയുന്നു ഇതിൽ ലൈംഗിക വൈകൃതമില്ല, ഇതിൽ ബലാത്സംഗമില്ല, ഇതിൽ പീഡനമില്ല, ഇതിൽ സാമ്പത്തിക ചൂഷണമില്ല. ഇതൊന്നും കോടതിക്ക് കാണാൻ കഴിയുന്നില്ല. സ്വാഭാവികമായിട്ടും ആ പരാതി വളരെ ഒരു നിഷ്പക്ഷമായ രീതിയിൽ ആ പരാതിയെ നോക്കിക്കണ്ടാൽ ആർക്കും അങ്ങനെയാണ് കാണാൻ കഴിയുകയുള്ളൂ. അജണ്ടകൾക്കനുസരിച്ചുള്ള തീരുമാനങ്ങൾക്ക് പുറത്താണ് ഈ പറയുന്ന ക്രൂരത വരുന്നത്, ലൈംഗിക വൈകൃതമുണ്ടാവുന്നത്, ബലാത്സംഗമുണ്ടാവുന്നത്, പീഡനമുണ്ടാവുന്നത്, അല്ലേ? അപ്പോൾ ഇവിടെ രാഹുൽ മാങ്കൂട്ടം വിഷയം മുന്നിൽ വന്ന മജിസ്ട്രേറ്റ് കോടതിയാവട്ടെ, സെഷൻസ് കോടതിയാവട്ടെ, ഹൈക്കോടതിയാവട്ടെ, ആരുമാവട്ടെ, എല്ലാവർക്കും ഒരു കാര്യമേ ചോദിക്കാനുള്ളൂ. അത് ഈ ഒന്നാമത്തെ പരാതിയാണെങ്കിലും രണ്ടാമത്തെ പരാതിയാണെങ്കിലും മൂന്നാമത്തെ പരാതിയാണെങ്കിലും, എവിടെ ബലാത്സംഗം, എവിടെ പീഡനം, എവിടെ ക്രൂരത? ഈ കാര്യങ്ങൾക്കൊന്നും ഉത്തരമില്ല. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, രാഹുലിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ഒരു പരാതികളും ഒന്നിനും നിയമത്തിൻ്റെ പിൻബലമില്ല എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നുണ്ട്. എല്ലാവരും, എല്ലാ കോടതികളും നിരീക്ഷിക്കുന്നതും പരാമർശനങ്ങൾ നടത്തുന്നതുമൊക്കെ ഈ പരാതികൾ തന്നെ നിലനിൽക്കില്ല എന്നുള്ളതാണ്. ഈ നിലനിൽക്കാത്ത പരാതി, നിയമത്തിൻ്റെ പിൻബലമില്ലാത്ത പരാതി, പീഡനമാണ്, ബലാത്സംഗമാണെന്ന് പരാതി, അത് നിലനിൽക്കില്ല എന്ന് കോടതികൾ പറയുമ്പോൾ പിന്നെ എന്തിനു വേണ്ടി രാഹുൽ മാങ്കൂട്ടം വേട്ടയാടപ്പെട്ടു എന്നുള്ളതാണ്, അല്ലേ? അപ്പോൾ ഇന്നലെ ഈ കോടതി ഇത്ര വിശദമായിട്ട് നിരീക്ഷിച്ച് പരാമർശനങ്ങൾ നടത്തി ജാമ്യം പറയുമ്പോൾ, ജാമ്യം നൽകുമ്പോൾ, രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ വേട്ടക്കാരൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങൾ ധാർമ്മികതയുണ്ടെങ്കിൽ അവരതൊന്ന് മാറ്റി പറയണ്ടേ? അതല്ലേ അതിൻ്റെ ശരി. കാരണം ഈ രാജ്യത്ത് ഇപ്പോൾ ഒരാൾക്ക് ആർക്ക് വേണമെങ്കിലും പരാതി പറയാം, ആർക്ക് വേണമെങ്കിലും കുറ്റങ്ങൾ ആരോപിക്കാം. ഇത് കുറ്റമാകുമോ ഇല്ലയോ, ഇതിൻ്റെ നിജസ്ഥിതി എന്താണ്, യാഥാർത്ഥ്യം എന്താണ് എന്ന് പരിശോധിക്കാനാണല്ലോ രാജ്യത്ത് നിയമ സംവിധാനങ്ങളും ജുഡീഷ്യറിയും കോടതികളുമൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെ ഒരു പരാതി ഉയർന്നു വന്നിട്ട് ആ പരാതിയിന്മേൽ ഈ രാജ്യത്തെ നിയമവും ജുഡീഷ്യറിയും എന്ത് പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ആ കോടതി സംശയം പ്രകടിപ്പിക്കുകയും കോടതി ബലാത്സംഗമാകില്ല, ഇത് പരസ്പര സമ്മതത്തോടുള്ള ബന്ധമാണെന്ന് കോടതി പറയുമ്പോൾ, അപ്പോൾ രാഹുൽ മാങ്കൂട്ടം പിന്നെ എന്തിനു വേട്ടയാടപ്പെട്ടു? അയാൾ എന്തിന് 18 ദിവസത്തോളം ജയിലിൽ കിടന്നു? അയാൾക്ക് നഷ്ടപ്പെട്ട ഈ 18 ദിവസം ആര് തിരിച്ചു കൊടുക്കും അയാൾക്ക്? അതും ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്ന് നിൽക്കുന്ന ഘട്ടത്തിൽ അയാൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന ഈ പറയുന്ന 18 ദിവസം എന്ന് പറയുന്നത് ആരാണ് അയാൾക്ക് തിരിച്ചു കൊടുക്കാൻ പോകുന്നത്? ഇനി ആ സമയത്തേക്കാളൊക്കെ വിലപിടിപ്പുള്ള മറ്റൊരു കാര്യമുണ്ടല്ലേ, അയാൾ പച്ചക്ക് കൊത്തി തിന്നപ്പെടുകയും വേട്ടയാടപ്പെടുകയും അല്ലേ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ മനുഷ്യനും ആത്മാഭിമാനങ്ങളും മാനങ്ങളും അന്തസ്സും ഒക്കെ ഉണ്ടല്ലേ, അതൊക്കെ വേട്ടയാടപ്പെടാൻ സാഹചര്യം ഉണ്ടാക്കിയവർക്കെതിരെ നടപടികൾ ഉണ്ടാവണ്ടേ? മനസ്സിലായില്ലേ? ഈ കേരളത്തിലെ വേശ്യാ മാധ്യമങ്ങൾ അവർ തെറ്റ് തുറന്നു പറയേണ്ടേ പൊതുസമൂഹത്തോട്? രാഹുലിനോട് മാപ്പ് പറയണ്ടേ? അല്ലേ? അല്ലാതെ കോടതികളെക്കാൾ വലിയ കോടതികളാണോ കേരളത്തിലെ മാധ്യമങ്ങൾ? ഈ ന്യൂസ് റൂമുകളാണോ കേരളത്തിലെ ജുഡീഷ്യറിയുടെ സംവിധാനം എന്ന് പറയുന്നത്? ഇവർക്ക് ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയിൽ, ഈ രാജ്യത്തെ ജുഡീഷ്യറിയിൽ എന്ത് റോളാണ് ഈ മാധ്യമങ്ങൾക്കുള്ളത്? അപ്പോൾ രാഹുൽ വേട്ടയാടപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇവിടെ യഥാർത്ഥ അതിജീവിതൻ അത് രാഹുൽ തന്നെയാണെന്ന് കോടതി പോലും നിസ്സംശയം പറയുകയല്ല ചെയ്യുന്നത്. ഇവിടെ രാഹുലിനൊപ്പമല്ലാതെ പിന്നെ ആർക്കൊപ്പമാണ് നിൽക്കേണ്ടത്?
വ്യാജ പരാതികൾ ഉന്നയിച്ചുകൊണ്ട് ഒരു മനുഷ്യനെ വേട്ടയാടാൻ ഇട്ടുകൊടുക്കുന്നവർക്കൊപ്പമാണോ നിൽക്കേണ്ടത്? ഒരിക്കലുമല്ലല്ലോ. ഞാൻ ഇന്നലെ ഈ രാഹുലിൻ്റെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്നതിൽ ഈ ഒരു വാർത്ത ഹൈക്കോടതിയിൽ വൈകിട്ട് നടന്ന ചില കാര്യങ്ങൾ അത് പറയാൻ വിട്ടുപോയി. കാരണം ഇന്നലെ പത്തനംതിട്ട കോടതിയുടെ ഈ ജാമ്യം നൽകിക്കൊണ്ടുള്ള ഉത്തരവിറങ്ങുമ്പോൾ അതിൽ വളരെ സുപ്രധാനമായ പല നിരീക്ഷണങ്ങളും വിമർശനങ്ങളും രൂക്ഷ വിമർശനങ്ങളും ഉണ്ടായിരുന്നു. അതിജീവിതയോടും പരാതിക്കാരിയോടും കടുത്ത ചോദ്യങ്ങൾ ചോദിച്ച പത്തനംതിട്ട കോടതി, അതുപോലെ പ്രോസിക്യൂഷൻ്റെ വാദങ്ങളെയൊക്കെ തള്ളിക്കളഞ്ഞ കോടതി, പോലീസിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച കോടതി, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കുന്നതിന് ഈ ഹൈക്കോടതിയിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാൻ വിട്ടുപോയതായിരുന്നു. ഇപ്പോൾ ഹൈക്കോടതിയിലും ഓൾമോസ്റ്റ് അല്ലെങ്കിൽ ഒരു പടി കൂടി കടന്നുകൊണ്ടുള്ള നിരീക്ഷണമാണ് ഹൈക്കോടതി പോലും നടത്തുന്നത്, അത് ഒന്നാമത്തെ പരാതിയിൽ. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്രമാത്രം വേട്ടയാടപ്പെട്ട ഒരു റിയൽ അതിജീവിതൻ അത് രാഹുൽ മാങ്കൂട്ടമല്ലേ? അല്ലെന്ന് പറയാൻ നമുക്ക് എങ്ങനെ സാധിക്കും? കാരണം ഒരു മനുഷ്യനെ ഒരു കാരണവുമില്ലാതെ സ്നേഹവും ലൈംഗികതയും ബന്ധങ്ങളും പീഡനമാക്കി മാറ്റി ഒരു മനുഷ്യനെ വേട്ടക്കിട്ടുകൊടുക്കുകയായിരുന്നില്ലേ ഈ പരാതിക്കാരികൾ മൊത്തം ചെയ്തുകൊണ്ടിരുന്നത്? അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അയാൾക്കുണ്ടായ പ്രശ്നങ്ങൾ, അയാൾ നേരിട്ട ദുരനുഭവങ്ങൾ, അയാൾ അനുഭവിക്കേണ്ടി വന്ന മാനസിക സംഘർഷങ്ങൾ, അയാളും അയാളുടെ അമ്മയും അനുഭവിക്കേണ്ടി വന്നത്, അയാളുടെ കുടുംബം അനുഭവിക്കേണ്ടി വന്നത്, ഇതിനൊക്കെ ആരാ ഉത്തരവാദി? ഈ കേരളത്തിലെ മാധ്യമങ്ങളല്ലേ, വേശ്യ മാധ്യമങ്ങളല്ലേ, ഈ പറയുന്ന പരാതിക്കാരല്ലേ ഇതിനൊക്കെ ഉത്തരവാദികൾ അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പരാതി നിലനിൽക്കില്ല എന്ന് കോടതി നിരീക്ഷിക്കുന്ന ഘട്ടത്തിലേക്ക് ഈ പരാതികൾ എല്ലാം ചെന്ന് നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ഈ പരാതി വ്യാജമാണെന്ന് ഇനി വേറെ പറയേണ്ട കാര്യമുണ്ടോ? ഇല്ലെന്നേ. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ വേട്ട നടന്നിരിക്കുന്നത് ആർക്കെതിരെയാണ്? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയാണ്. ആരാണ് ഇവിടെ ഇര? അത് രാഹുൽ മാങ്കൂട്ടമാണ്. ഇവിടെ അതിജീവിതനാണുള്ളത്, അതിജീവിതയല്ല ഇവിടെ ഉള്ളത് വ്യാജ പരാതിക്കാരാണ്, വ്യാജമായ പരാതിയാണ്. നിഗൂഢത നിറഞ്ഞ ഗൂഢാലോചനകൾക്ക് ശേഷം പുറത്തു വന്ന അജണ്ടകൾക്കനുസരിച്ച് ഡ്രാഫ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കത്ത് അല്ലെങ്കിൽ പരാതി എന്ന് പോലും ഇതിനെ പറയാൻ സാധിക്കുന്നില്ല എന്നത്രേ.